friends, welcome back to our English class. മക്കളെ നോക്ക് മിസ് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം പഠിപ്പിക്കാനെന്ന് വന്നത് ഇതേ നിൽക്കുന്നതിന്റെ ബാക്കിലുള്ള തോട്ട് ബബിൾ കണ്ടെത്തുന്നവരെ എന്തെന്നുണ്ടെങ്കിൽ എന്തോ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. തോട്ട് ബബിൾ കണ്ടെത്താൻ നമുക്കറിയാം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്താ, ഒരു തോട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആരോ എന്തോ ചിന്തിക്കുന്നുണ്ട്. ആരെന്താ ചിന്തിക്കുന്നത്? ഞാനാണോ നിങ്ങളാണോ? നിങ്ങൾ എന്തായാലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് പരീക്ഷ എങ്ങനെയായിരിക്കും, പരീക്ഷ എളുപ്പമായിരിക്കും, പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരും, ഇതൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. സോ നോക്ക്, നമ്മളെ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. യെസ്, ആരാ അവിടെ ഇരിക്കുന്നത്? നമ്മുടെ കാക്കച്ചിയാണ്. കാക്കച്ചിയുടെ പാഠം നമുക്കറിയാം. ഇൻ ഹാർമണിയിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? യെസ്, കാക്കച്ചി എന്ത് ചെയ്തു? ആദ്യം കുറച്ച് നമ്മളെ പട്ടിക്കുട്ടിനെ വെറുപ്പിച്ചെങ്കിലും അവസാനം നമ്മുടെ പട്ടിക്കുട്ടി തന്നെയാണ് എന്ത് ചെയ്തത്? വന്ന് നമ്മുടെ കാക്കച്ചിയെ രക്ഷിച്ചതിലെ കാക്കമ്മയെ രക്ഷിച്ചത്. സോ നോക്ക്, ദ ക്രോസ് ഓർ റോക്കി ട്രൈ ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അപ്പോൾ നമ്മുടെ കാക്ക ഇങ്ങനെ മരത്തിന് മേലെ ഇരുന്ന് റോക്കിനെയാണ് വാച്ച് ചെയ്യുന്ന സമയത്ത് റോക്കിയുടെ മരത്തിന് മേലേക്ക് പറ്റി പിടിച്ച് ക്ലൈംബ് ചെയ്ത് കയറുന്നു. വാസ് ഓൺ ദ ട്രീ. അവളെ കൂടെ എവിടെ ഉണ്ടായിരുന്നു? അവളെ കൂടെ മരത്തിന്റെ മേലുണ്ടായിരുന്നു. വാട്ട് വുഡ് ബി ഹർ തോട്ട്സ്? എന്തായിരിക്കും അവളുടെ തോട്ട്സ്? എന്തായിരിക്കും നമ്മുടെ കാക്കേണ്ട എന്ത് തോട്ട്സ് എന്താ പറയുന്നത് അല്ലേ? എന്തായിരിക്കും നമ്മുടെ തോട്ട്സ്? ഇവിടെ നോക്കാം, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓ ഗോഡ്, വിൽ ദാറ്റ് ഡോഗ് ക്ലൈംബ് ദ ട്രീ? ഓ മൈ ഗോഡ്, എന്താ ഇവിടെ ചോദിക്കുന്നത്? വിൽ ദാറ്റ് ഡോഗ് ക്ലൈംബ് ദ ട്രീയിൽ എന്ത് പറ്റും? നമ്മൾ ഈ പറയുന്ന പട്ടിക്കുട്ടി എന്ത് ചെയ്യും? എൻ്റെ മരത്തിന്റെ മേലെ എങ്ങാനും കയറുമെന്ന് ചോദിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് വൺ, ദർ ഇസ് മൈ നെസ്റ്റ്. അല്ലേ, അവിടെ എന്തുണ്ട്? എൻ്റെ നെസ്റ്റ് ഉണ്ട്. ദർ ഇസ് മൈ നെസ്റ്റ്. അയ്യോ, എൻ്റെ കൂട് അവിടെ ഉണ്ടല്ലോ. കൂട് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ. മൈ ബേബീസ് ആർ അലോൺ ഇൻ ഇറ്റ്. അല്ലേ, തീർച്ചയായിട്ടും അതിൽ എന്തുണ്ട്? മൈ ബേബീസ് ആർ ദർ. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്തുണ്ട്? എൻ്റെ കുഞ്ഞുങ്ങൾ ആ കൂട്ടിലുണ്ടല്ലോ. വിൽ ഹി സീ മൈ നെസ്റ്റ്? അവൻ എൻ്റെ കൂട് കാണോ? വിൽ ദ പപ്പി ഹർട്ട് മൈ cheeks? അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ അവന് ഉപദ്രവിക്കോ? സോ നൗ ഐ വാണ്ട് ടു റീച്ച് ദ. ഞാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യട്ടെ? ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറന്നു പോട്ടെ. ഷട്ടപ്പടേന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എനിക്ക് പോകണം. അല്ലേ, ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് ദം. അയ്യോ, ഞാൻ വേഗം ഓടിപ്പോയി നോക്കട്ടെ എൻ്റെ മക്കളെ രക്ഷിക്കാൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചാൽ പോരെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈസി കുഞ്ഞു സെൻറ്റൻസിൽ മിസ് തന്നെ, ഈസി ആയിട്ട് സെൻറ്റൻസിൽ തന്നെ നമുക്ക് അറിയാവുന്ന വാക്കുകളല്ലേ, അറിയാത്ത വലിയ വാക്കൊന്നും ഇല്ലല്ലോ. സോ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. സെറ്റല്ലേ? ഓക്കെ, ബൈ.